ഹലോ, വെൽക്കം ടു സാൻസ് കിച്ചനറ്റ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ഈസിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രാഗൺ ചിക്കനാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ തന്നെ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ ഇതിനായിട്ട് 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ഇതുപോലെ സ്ട്രിപ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ സോയാ സോസും, ഞാനിവിടെ ഡാർക്ക് സോയാ സോസാണ് എടുത്തിരിക്കുന്നത്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടും. ആവശ്യത്തിന് ഉപ്പും, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 മുട്ടയുടെ വെള്ളയും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ പാനിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ ചിക്കൻ സ്ട്രിപ്സ് ഓരോന്നും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. പ്രത്യേകം ശ്രദ്ധിക്കണം, ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് നേരിട്ട് ഫ്രൈ ചെയ്യരുത്. അപ്പോൾ ചിക്കൻ ഹാർഡായിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സോസ് റെഡിയാക്കാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ കുറച്ച് കാഷ്യൂ നട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്നും മാറ്റാം. ഇനി ഇതേ ഓയിലിലേക്ക് 3 വറ്റൽമുളക്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 1/2 ടീസ്പൂൺ ഇഞ്ചിയും കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ചതച്ച മുളകും കൂടി ചേർത്ത് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 സവാളയുടെ പകുതി നീളത്തിൽ അരിഞ്ഞതും കുറച്ച് ക്യാരറ്റും കൂടി ചേർത്ത് ഇതൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയും ക്യാരറ്റും ചെറുതായി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും, 1 ടീസ്പൂൺ ചില്ലി സോസും കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സോസുകളിൽ ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കം വഴന്നു വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കോൺഫ്ലവർ 4 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തതും കൂടി ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ ഈ സോസിന് ഒരു തിക്നെസ് കിട്ടും. കോൺഫ്ലവറിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കാഷ്യൂ നട്ട്സും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് സ്പ്രിംഗ് ഓണിയനും കുറച്ച് വെളുത്ത എള്ളും കൊണ്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇതിൻ്റെ ആ ചെറിയ മധുരവും പുളിയും എരിവുമെല്ലാം എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും. ഇതൊരു സ്റ്റാർട്ടറായിട്ടും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ രുചികരമാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.